നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിലെ തിരുവനന്തപുരം കൊമ്പൻസിന് തങ്ങളുടെ ആദ്യ വിജയം. അവരുടെ രണ്ടാം മത്സരമാണ് ഇന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്നത്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ താരമാണ് അവർക്ക് വേണ്ടി വിജയ ഗോൾ കണ്ടെത്തിയത്. പൗലോ വിക്ടറാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കളിയിൽ ഇരുഭാഗത്തേക്കും നീക്കങ്ങളുണ്ടായിരുന്നു. കളിയുടെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ കൊമ്പൻസിൻ്റെ അണ്ടർ 23 താരം അക്ഷയ് നടത്തിയ ഒരു മുന്നേറ്റം കണ്ടുകൊണ്ടാണ് മത്സരം മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ആദ്യ പകുതിയിൽ ഗോളുകൾ ഉണ്ടായിരുന്നില്ല. നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. 19-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ടടുത്ത് നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് ക്യാപ്റ്റൻ പാട്രിക് മോട്ട പോസ്റ്റിന് മുന്നിലേക്ക് കൊടുത്തെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കൊമ്പൻസിൻ്റെ 3 താരങ്ങൾക്കും പന്ത് വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു. രണ്ടാം പകുതിയിൽ മത്സരം അതേപോലെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കവേ നടത്തിയ ചില സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് കൊമ്പൻസിന് ഗുണകരമായിട്ട് മാറിയത്. പൗലോ വിക്ടർ കളിക്കളത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോളും കണ്ടെത്തി. മത്സരത്തിൻ്റെ 74-ാമത്തെ മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ മുന്നേറി 3 പ്രതിരോധ നിരക്കാർക്ക് ഇടയിൽ നിന്ന് മുഹമ്മദ് അസ്ഹർ നൽകിയ പന്ത് പകരക്കാരനായി വന്ന ബ്രസീലിയൻ താരം പൗലോ വിക്ടർ ഹെഡ് ചെയ്ത് ഫോഴ്സ കൊച്ചിയുടെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗോൾ മടക്കാനുള്ള ശ്രമം ഫോഴ്സ കൊച്ചി നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല. ഒടുവിലെ മത്സരം കൊമ്പൻസ് വിജയിച്ച് കയറുകയായിരുന്നു. ഇന്നത്തെ കളി കാണാൻ 6452 പേരാണ് എത്തിയതെന്നാണ് ഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.